ചെറുപ്പത്തിൽ നമ്മൾ ഇൻട്രസ്റ്റോടെ ഇരുന്ന് കണ്ട ബെൻടൻ ആനിമേഷൻ സീരീസിനെ ബേസ് ചെയ്ത് 2 ലൈവ് ആക്ഷൻ മൂവീസാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഇത് രണ്ടും കാർട്ടൂൺ നെറ്റ്വർക്കിൽ അധികം ടെലികാസ്റ്റ് ചെയ്യാറില്ല എന്ന് തന്നെ പറയാം. എപ്പോഴെങ്കിലും റെയറായിട്ട് ടെലികാസ്റ്റ് ചെയ്യാറുള്ളൂ. റേസ് അഗൈൻസ്റ്റ് ടൈം ആൻഡ് ഏലിയൻ സ്വാം. റേസ് അഗൈൻസ്റ്റ് ടൈം ക്ലാസിക് സീരീസിനെയും ഏലിയൻ സ്വാം ഏലിയൻ ഫോഴ്സിനെ ബേസ് ചെയ്താണ് വന്നിട്ടുണ്ടാവുക. പൊതുവെ ബെൻടനിൻ്റെ മൂവീസ് വരാത്തതിന് വൺ ഓഫ് ദ റീസൺ ആയിട്ട് പറയുന്നത് VFX ആണ്. കാരണം അത്രയും ഏലിയൻസ്, അത്രയും ട്രാൻസ്ഫോർമേഷൻ എഫക്ട്സും കാര്യങ്ങളുമൊക്കെ ഇതിനു വേണ്ടി ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ നല്ല ബഡ്ജറ്റ്, വലിയ സ്റ്റുഡിയോ ഏതെങ്കിലും എടുത്ത് ചെയ്താൽ ഒരു നല്ല ബെൻടൻ മൂവി കൊണ്ടുവരാൻ പറ്റൂ. ഈ ഒരു കാര്യം നിങ്ങളുടെ മൈൻഡിലൊന്ന് ജസ്റ്റ് വെച്ചോളൂ, ഞാൻ പറയുന്ന കാര്യത്തിന് യൂസ് ആവും. ഇപ്പം നമ്മൾ ഈ ഏലിയൻ സ്വാമിൻ്റെ കാര്യം നോക്കാം. ബെൻടൻ കാർട്ടൂൺ സീരീസ് നമ്മൾ ഇൻട്രസ്റ്റോടെ ഇരുന്ന് കണ്ടത് ഏലിയൻസിനെ കാണാനും അതിൻ്റെ ട്രാൻസ്ഫോർമേഷനൊക്കെ കാണാനും ആയിരിക്കും. പക്ഷേ ഈ ലൈവ് ആക്ഷൻ മൂവിയിൽ ആകെ കാണിച്ചിട്ടുണ്ടാവുക 3-4 ഏലിയൻസിനെ മാത്രമായിരിക്കും. അതും ഭയങ്കര ആക്ഷൻ സീക്വൻസോ അങ്ങനത്തെ രീതിയിലൊന്നല്ല കാണിച്ചിട്ടുണ്ടാവുക. ജസ്റ്റ് ഒരു വളരെ ഷോർട്ടായിട്ടുള്ളൊരു സീക്വൻസിൽ മാത്രമേ ഈ ഏലിയൻസിന് യൂസ് ചെയ്ത് ഫൈറ്റ് ചെയ്യുന്നുണ്ടാവും. ബാക്കി മൂവി ഉള്ളിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടാണ് നിൽക്കുന്നുണ്ടാവുക ഈ ഏലിയൻസ് ഫാമിലി. ആ ഏലിയൻ ആൻഡ് ഏലിയൻ ട്രാൻസ്ഫോർമേഷൻ സീൻസൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടാവുമെന്ന് പറയാം. ഏലിയൻ റിലേറ്റഡ് ആക്ഷൻ സീക്വൻസും വളരെ ഷോർട്ടായിട്ടേ കാണിച്ചിട്ടുണ്ടാവും. ഓൾറെഡി പറഞ്ഞതുപോലെ ബാക്കി മൂവി ഫുള്ള് ഇവരിങ്ങനെ സംസാരിക്കുന്ന വെച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും നോക്കിയാൽ അതുമില്ല, ലാഗാക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നുണ്ടാവുക. ഈവൻ ഫുൾ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കാമെന്ന് പറയാം. ഇവന്മാർ വില്ലൻ്റെ സ്ഥലത്ത് പോയി നിന്ന് 4 പേരും വന്ന പണി നോക്കാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ സമയം ഇരുന്ന് തർക്കിക്കുന്നുണ്ടാവും. ഓൾസോ ഈ മൂവി 2 മണിക്കൂർ പോലും ഉണ്ടാവില്ല. നമ്മൾ ആനിമേറ്റഡ് സീരീസിൽ കണ്ടതുപോലെ ഒരു സ്ട്രോങ് സ്റ്റോറിയും ഈ മൂവിക്ക് ഉണ്ടാവില്ല. ഇത് 2009 പുറത്തു വന്നൊരു മൂവിയുമാണ്. ഇപ്പോൾ ഇതിൻ്റെ ബഡ്ജറ്റ് ഇഷ്യൂസ് കാരണമാണ് ഈ ഒരു ലെവൽ ക്വാളിറ്റി അച്ചീവ് ചെയ്തതെന്ന് പറയാൻ നിന്നാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ എടുത്തിട്ട് ബെൻടൻ ഏലിയൻ സ്വാമിൻ്റെ ബഡ്ജറ്റ് എത്രയാണെന്ന് നോക്കൂ. 4 കോടി US$ കാണിക്കും. അതായത് 40 മില്യൺ ആണ് ഈ മൂവിയുടെ ബഡ്ജറ്റ്. അതും 2009 40 മില്യൺ USD ബഡ്ജറ്റ് ഇട്ട് ഒരു മൂവി എടുക്കുന്നത് സാധാരണമായിട്ടുള്ള കാര്യമല്ല. മോസ്റ്റ് ഓഫ് ദ പ്ലേസസിൽ ഈ നമ്മൾ നാടകം കാണുന്ന ഒരു ഫീലാണ് ഈ മൂവി നൽകുന്നത്. അത് അഭിനയിച്ച ആർട്ടിസ്റ്റിൻ്റെ പ്രശ്നമല്ല, ഇതിൻ്റെ മേക്കിങ്ങിൻ്റെ ഇഷ്യൂസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു ഇമ്മച്യൂർഡ് ആയിട്ടുള്ള രീതിയിൽ എക്സ്പീരിയൻസ്ഡ് ഇല്ലാത്തവർ മൂവി എടുത്താൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെയാണ് ബെൻടൻ ഏലിയൻ സ്വാം ഉണ്ടായത്. നിങ്ങളൊക്കെ ഈ മൂവി പണ്ട് എന്തായാലും കണ്ടിട്ടുണ്ടാവും CNN-ലിട്ടപ്പം. പക്ഷേ ആരും ഇൻട്രസ്റ്റോടെ ഇരുന്ന് മൂവി കാണാൻ, ഈ മൂവിക്ക് വേണ്ടി ഇരുന്ന് കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് കുറവാണ്. നമ്മൾക്ക് ബെൻടൻ ഓൾറെഡി ഇഷ്ടമാണ്, പരിചയമുള്ള ക്യാരക്ടറാണ്. അപ്പോൾ അത് വെച്ചൊരു മൂവി വന്നിട്ടുണ്ടല്ലോ എന്നൊരു മൈൻഡിലായിരിക്കും നമ്മളിരുന്ന് കണ്ടിട്ടുണ്ടാവുക. എന്നാലും ഈ ബെൻടൻ എന്ന ക്യാരക്ടർ നമ്മുടെ ചെറുപ്പത്തിൽ ഒരു ഇമ്പോർട്ടൻ്റ് റോള് തന്നെ പ്ലേ ചെയ്തിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ടോയ്സ്, സ്റ്റിക്കേഴ്സ്, സ്കൂളിൽ നിന്ന് ഇതിൻ്റെ കഥ പറഞ്ഞിരിക്കുക, പിന്നെ നോട്ടിൽ നിന്ന് പേപ്പർ കീറിയിട്ട് ഈ വാച്ചാക്കിയിട്ട് കളിക്കുക, എന്നിങ്ങനെ നമ്മളെ വളരെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ആനിമേറ്റഡ് ഷോ ആയിരുന്നു ബെൻടൻ. ഇനി ഇങ്ങനെ ഒരു ക്യാരക്ടറോ ആനിമേറ്റഡ് സീരീസോ വരാനൊന്നും സാധ്യതയില്ല. ഈ 90s ആൻഡ് early 2K കിഡ്സൊക്കെ ഈ കാര്യത്തിൽ ഭാഗ്യവാന്മാരാണെന്ന് പറയാം. ഞാനും ചേർത്തിട്ട് പറയുന്നത്, നമ്മൾക്ക് കിട്ടിയ ഈ ചൈൽഡ്ഹുഡ് മെമ്മറീസ്, നൊസ്റ്റാൾജിക് ഫീലൊന്നും ഇതിന് ശേഷം വരുന്ന ഈ ജനറേഷന് എന്തായാലും കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. തന്ത വൈഭാവെന്നുള്ളേ, കുഴപ്പമില്ല. സോ കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, ഈ മൂവി ഭയങ്കര സംഭവമാണെന്നൊന്നും പറയുന്ന രീതിയിലല്ല നമ്മൾക്ക് ചെറുപ്പത്തിൽ കാണുമ്പോൾ പോലും ഫീൽ ആയിട്ടുണ്ടാവുക. അത്രയും ഒരു ആവറേജ് ഓർ ബിലോ ആവറേജ് മൂവിയാണ് ഈ ഏലിയൻ സ്വാം. അതും ഇത്രയും ബഡ്ജറ്റ് എവിടെ പോയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ ഈ ലൈവ് ആക്ഷൻ മൂവി ഇഷ്ടപ്പെട്ടവരും ഉണ്ടാകാം, എനിക്കറിയില്ല. ഈ വീഡിയോസെല്ലാം ഞാൻ ചെയ്യുന്ന എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ്റെ ബേസിസിലാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടവരുണ്ടാവും, ഉണ്ടെങ്കിൽ കമൻസിലൊന്ന് മെൻഷൻ ചെയ്യൂ. പക്ഷേ എനിക്ക് പേഴ്സണലി ബെൻടൻ ആനിമേറ്റഡ് മൂവീസിൽ വന്ന് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയോ ഇല്ലെങ്കിൽ അതുപോലൊരു ക്യാരക്ടർ ഡെപ്തോ ഈ ഒരു ഏലിയൻ സ്വാമിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഭയങ്കര ലേസി ആയിട്ട് ആരോ ഇരുന്ന് എഴുതിയ കഥ പോലെയാണ് ഉണ്ടാവുക. ബെൻടൻ സീക്രട്ട് ഓഫ് ദ ഓമിട്രിച്ച്, ഡിസ്ട്രോയ് ഓൾ ഏലിയൻസിൻ്റെ ഒക്കെ സ്റ്റോറി വെച്ച് നോക്കുമ്പോൾ ഇതൊന്നുമല്ല എന്ന് തന്നെ പറയാം. പക്ഷേ ഏലിയൻ സ്വാമിൽ കുറച്ച് പോസിറ്റീവ്സ് ഉണ്ട്. അതിലൊന്നാണ് കാസ്റ്റിംഗ്. ബെൻ, ഗ്വെൻ, കെവിൻ, ഗ്രാൻഡ്പാ മാച്ചിൻ്റെ ഒക്കെ കാസ്റ്റിംഗ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ടാവുമെന്ന് പറയാം. ആ ആക്ടേഴ്സും കൊടുത്ത റോൾ നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ടാവും. ഓൾസോ നമ്മൾ ക്ലാസിക് സീരീസ് കണ്ടതുപോലെയല്ല ഏലിയൻ ഫോഴ്സ് ആൻഡ് അൾട്ടിമേറ്റ് ഏലിയൻ കണ്ടിട്ടുണ്ടാവുക. കുറച്ചുകൂടെ ഡാർക്ക് ആൻഡ് സീരിയസ് ടോൺ പിടിച്ചിട്ടുണ്ടാവും. അതേ ഡാർക്ക് മോഡിലാണ് ഈ ഒരു മൂവിയും കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ടാവുക. അതും ഒരു പോസിറ്റീവ് സൈഡാണ്. പിന്നെ ഇതിൽ കാർ ആൻഡ് ബൈക്ക് ഷോട്ട്സൊക്കെ കുറേ ഉണ്ടാവും. ഏലിയനെ കാണിച്ചതിനെക്കാട്ടിയും കൂടുതൽ ഈ കാറും ബൈക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുന്നതാണ് ഇതിൻ്റെ അത് കാണിച്ചിട്ടുണ്ടാവുക. അതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. വേറൊരു കാര്യം, ആസ് എ ബെൻടൻ ഫാൻ ഇത്രയും വർഷങ്ങളായിട്ടും ബെൻടന് ഡിസർവിങ് ആയിട്ടുള്ള ഒരു ലൈവ് ആക്ഷൻ മൂവി വന്നിട്ടില്ല എന്ന് തന്നെ പറയാം. വൃത്തിക്ക് എടുത്താൽ 1 ബില്യൺ വരെ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടാനുള്ള ഒരു കണ്ടൻറ്റും കാര്യങ്ങളും ഈ ഒരു ബെൻടൻ എന്നൊരു
എന്താ പറയുക ക്യാരക്ടറിനും അതിന് ചുറ്റിയുള്ള ഒരു സ്റ്റോറിയും കാര്യങ്ങൾക്കും ബിൽഡ് ചെയ്യാൻ പറ്റും. കാരണം ടൈം ട്രാവൽ, മൾട്ടിവേഴ്സ്, ഈ ഏലിയൻ റിലേറ്റഡ് സ്റ്റഫൊക്കെ ആ സമയത്ത് തന്നെ അത്രയും സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്തതുകൊണ്ടാണ് ഇപ്പോഴും ഈ ഒരു ആനിമേറ്റഡ് സീരീസിന് ഒരു ഫാൻ ബേസ് ഉള്ളത്. സോ ഇതൊന്ന് പെർഫെക്റ്റ് ആയിട്ട് ലൈവ് ആക്ഷനിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയാൽ അത് വലിയൊരു ഹിറ്റായിട്ട് തന്നെ ആവും. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു കാസ്റ്റിങ്ങോ, സ്ട്രോങ് മീൻസ് ഭയങ്കര എന്താ പറയുക സ്റ്റാർഡമില്ല കാസ്റ്റിംഗ് ഒന്നും വേണമെന്നില്ല. ഒരു പുതിയ മുഖങ്ങളെ വെച്ച് ഏകദേശം കാസ്റ്റിങ് ആ ബെൻടൻ ആനിമേഷനിൽ കണ്ടതുപോലെ ഒരു ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു കാസ്റ്റിംഗ് പുതിയ ആൾക്കാരെ വെച്ച് ചെയ്താൽ പോലും നല്ലൊരു ക്വാളിറ്റിയിൽ ഈ മൂവി എന്തായാലും ഹിറ്റാവും. ഈ പണ്ട് കുറേ കാലം മുന്നേ ടോം ഹോളാൻഡിൻ്റെ തല വെട്ടി മാറ്റിയിട്ട് ബെൻടൻ മൂവി വരുന്നുണ്ടെന്ന് കുറേ പേര് തള്ളി മറിക്കുന്നുണ്ട്. അതിന് അതൊന്നും ഇനി നടക്കാൻ ചാൻസ് ഇല്ല. പക്ഷേ ടോം ഹോളാൻഡ് ഒരു പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണെന്ന് പറയാം. പക്ഷേ ചങ്ങായി ഇപ്പോൾ വേറെ ട്രാക്കിലാണ് കംപ്ലീറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓൾസോ ഏജും ആവുന്നുണ്ട്. പണ്ടൊരു 4-5 വർഷം മുന്നേ ഞാൻ തോന്നുന്നു ആ ഒരു റൂമർ നല്ലോണം സ്പ്രെഡ് ആവുന്നുണ്ടായേ. ഓൾസോ ചങ്ങായിക്ക് ഇപ്പോൾ ഏജ് ആയല്ലോ, ഒരു 4 വയസ്സ് കൂടി. ഇനിയിപ്പം എനിക്ക് തോന്നുന്നു 3-4 വർഷത്തേക്കുള്ള പ്രൊജക്റ്റ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ അത് കാരണം ഇനി ടോം ഹോളാൻഡിനെ വെച്ചിട്ടൊന്നും ഒരു ബെൻടൻ മൂവി വരാൻ ചാൻസ് ഇല്ല എന്ന് പറയാം. പക്ഷേ ഈ ഒരു റോൾ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ആക്ടേഴ്സ് എന്തായാലും ഉണ്ടാവും. അവരെ തേടിപ്പിടിച്ചൊരു നല്ലൊരു മൂവി നല്ലൊരു ബഡ്ജറ്റിൽ നല്ലൊരു ക്വാളിറ്റിയിൽ എടുത്താൽ ആസ് എ ബെൻടൻ ഫാൻസ് നമ്മളും ഹാപ്പി ആയിരിക്കും, അവരും ബോക്സ് ഓഫീസ് കളക്ഷനിൽ ഹാപ്പി ആയിരിക്കാം നല്ലൊരു രീതിയിലെടുത്താൽ. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. സോ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല ലൈക്ക് ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി വേറെ നല്ല വീഡിയോ കാണുന്ന ഡിസൈൻ ടീച്ചർ ഫ്രം ഗെയിമിംഗ് എക്സ്പീരിയൻസ്. പീസ് ഔട്ട്.